ഇന്ന് ഇടിച്ചക്ക കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇടിച്ചക്ക കൊണ്ട് ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ മാറ്റിയ ശേഷം 1 കപ്പ് ഇടിച്ചക്ക ഇങ്ങനെ പൊടിച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറുതാക്കി മുറിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇനി മാറ്റിയ ചിക്കനും നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് എല്ലാം ഇളക്കി വേവിച്ചെടുക്കാം. ചക്ക ഒന്ന് വെന്ത ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയും 3-4 പച്ചമുളകും അരച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ ഇട്ട് വേവിക്കുന്നത് കൊണ്ട് ഇടിച്ചക്ക ഇഷ്ടപ്പെടാത്ത കുട്ടികളെല്ലാം ഇഷ്ടപ്പെടും. ഇനി സവാളയൊന്ന് നല്ലതുപോലെ വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി മസാലയുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇടിച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇടിച്ചക്ക ധാരാളമായി കിട്ടും. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ഇട്ട് കൊടുക്കാം. അതുമൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കനും ചക്കയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. കടകളിൽ നിന്ന് കട്ട്ലറ്റ് വാങ്ങിക്കഴിക്കാതെ നിങ്ങളൊന്ന് ഇങ്ങനെ ഹെൽത്തിയായ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. തണുത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കി വെച്ച പൊടിയിലേക്ക് ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റ് ഒന്ന് തിരിച്ചും മറിച്ചുമിട്ട് 1 മുട്ട പൊട്ടിച്ച് ഇളക്കി വെച്ചതിലേക്ക് മുക്കി റൊട്ടിപ്പൊടിയിലിട്ട് ഒന്ന് ഇളക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അധികം ഓയിൽ ഒഴിക്കാതെ ചെറിയ രീതിയിൽ ഓയിൽ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും നല്ല സ്വാദാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.